മൈക്കടി ബട്ട ഹലോ നിനക്ക് ഹലോ. സംസാരിക്കാൻ എന്നൊക്കെ അവിടെ മുമ്പിൽ കൊണ്ടൊരു കാര്യമില്ല പെണ്ണുമ്പിള്ളേ. വളരെ ശാന്തമായ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓഡിയൻസിന് മുഖത്തുവി കള്ളത്തരം പറയാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരുന്നടി? പറയടി സത്യഭാമേ. ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ധാരണയില്ലാട്ടെ. നിനക്കൊരു ധാരണ പിന്നെ നീ എന്തിനാടി കുറ്റം പറത്ത് ഇങ്ങോട്ട് പോന്നെ? വെറുതെ ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. മൈക്കടേനെ ഇറങ്ങി അത്രേ ഉള്ളൂ. പിന്നെ കൂടെ ഇവളും ഉണ്ട്. അപ്പോൾ ജീവനുണ്ടെന്നാ എന്റെ ഉള്ളിലെ മാസം തന്നെ ഇറക്കല്ലേട്ടാ. കുറച്ച് ക്രിയേറ്റീവായിട്ട് നിനക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ഇരിച്ചു വരുത്തിയിട്ട് ഊക്കുന്നത് അത്ര നല്ല പരിപാടിയല്ലാട്ടാ. ഏത് നിമിഷം വേണേലും കയ്യുന്നത് ചാടി താഴേക്ക് പോവാം. ഈ നിഷ്കളങ്കമായ മുഖം നോക്കി എങ്ങനെ പറയാൻ സാധിക്കുന്നടി ഇങ്ങനെയൊക്കെ? പിന്നെ താഴെ ഞങ്ങളുടെ ഡോഗ് ഉള്ള കാരണം ഓ, അവളുടെ ഡോഗ് അവൻ എന്നെക്കാട്ടും വലിയ പേടിച്ചു കൂറിയാ. ഇരിക്കുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ കാണുന്ന പോലെ എന്നോട് സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. മനുഷ്യനെ കുറച്ചൊക്കെ നന്ദി വേണോടി, നന്ദി. അതിനിങ്ങനെ നീ മനുഷ്യനാണാ? നീ മാക്കാച്ചിയാ മാക്കാച്ചി. നഖമാണ് സഹിക്കാത്തത്. നഖം വെട്ടി മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിനക്ക് നല്ല മറവിയുണ്ട്. തിന്നാൻ നീ മറക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ, നല്ല വെട്ടി ഒഴുകുന്നതിൽ ഉച്ചയ്ക്ക് രാവിലെ 3 നേരം 10 നേരമൊക്കെ ഇരുന്നിട്ട് മാതി പൊളിച്ച് ചോരൊക്കെ വെത്ത് നിന്നെ മറവ് താരങ്ങ് നിന്നോളൂ. പിന്നെ ഞാൻ ചെയ്യാത്തത് എനിക്ക് വെറും കണിച്ചോറിലുണ്ടാ. വാക്സിൻ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിനാ ആടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? നിനക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ ഇറങ്ങി പൊക്കോളാം. അപ്പുറത്തെ എന്റെ കണ്ണൻ ചേട്ടൻ വെയിറ്റ് ചെയ്യണ്ട എനിക്ക് എന്നും. കണ്ണൻ ചേട്ടൻ വന്ന് എത്ര പെട്ടെന്ന്. ഹാ, ഒന്നോണ്ടൊന്നൊരു കാര്യമില്ലാടി. നീ വെറും തേപ്പാന്ന് എനിക്കറിയാം. എന്നെ ഇറക്കി വിടറി. എനിക്ക് പോണം. ഞാൻ ജാവാ പോവാ. അപ്പൊ എന്നെ വീട് താഴേക്ക് പോയിട്ട് കണ്ണൻ ചേട്ടാ രക്ഷിക്കനെ ഓടിവായി ഇവളെ ഉമ്മച്ച് കൊല്ലുന്നേ. അയ്യോ, ഇതാരോട് മാറിപ്പോടി രാക്ഷസി. മനുഷ്യനെ കൊല്ലാൻ നോക്കിട്ട് അവൾക്ക് അഗ്രസീവ് കിസ്സിങ്. എനിക്ക് ഒരു പണിയല്ലേടി, പൂടി. കട്ടിക്ക് ഞാനൊറ്റ വായി തൊട്ടോ അലമലാതി. ഓൾറെഡി എന്റെ വാല് വെട്ടിയിട്ട് അവള് ഫ്ലഫി ടെയിൽ ഉണ്ടായിരുന്ന എനിക്കിപ്പോ റാറ്റിന്റെ ടൈലായി ഗൈസ്. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരില്ലെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പൊ. ചക്കരയെ ഞാൻ പഴയതെല്ലാം മറക്കാം. ഇച്ചിരി പോർക്കോ മട്ടണ ബീഫോ താടി വിശന്നിട്ട് കണ്ണ് കാണില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ട്. അന്ന് പാവം തോന്നണു തന്നെ. അതല്ലടി വിശന്നിട്ടാടി. വിശന്ന ഞാനല്ലാണ്ട് അവിടെ അതുകൊണ്ടാടി. എന്തിനാടി ഇങ്ങനെ? ഓ, മോണ്ടൊന്നും ഒരു കാര്യമില്ല. വയറ് കാളിയിട്ട് പാടില്ല. ഗായ്സ്, ഈ വ്ലോഗ് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാട്ടാ. ഫുഡും വെള്ളമൊക്കെ തന്ന് അവളെന്നെ ഹാപ്പി ആക്കി. അവളെ കാണുമ്പോൾ ഭയങ്കര പോലെ തോന്നെങ്കിലും ആളോട് പാവാട്ടാ. എന്നെ മുഖത്തൊക്കെ കണ്ട ലിപ്സ്റ്റിക്കിന്റെ സ്റ്റെയിനുണ്ട്. അതവൾ ഉമ്മ വെച്ചിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നല്ല സ്നേഹമുണ്ട്. പക്ഷെ എങ്ങനെ കാണിക്കാന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ പൂച്ചോറത്തിന്റെ ഒരു ശാപം അത്. ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് ഒരു കളിയില്ല. അതാണ് കുഴപ്പം. ഓക്കെ ഗൈസ്, എനിവേസ് ഞാൻ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പിന്നെ കാണാം. Until then, bye bye.